വരാൻ പറ്റും. ഈ ഓപ്പർച്യൂണിറ്റികളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആൾക്കാർ പലരും പല ലെവലിലേക്ക് പുറകോട്ട് പോകാറുണ്ട്. വലിയ വലിയ എലോൺ മസ്ക് പോലത്തെ വലിയ വലിയ ആൾക്കാരുടെ കമ്പനിയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് കേബിൾലെസ് ഇന്റർനെറ്റും ഒക്കെ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതൊക്കെ എല്ലാം കാണിക്കുന്നത്. റിലയൻസ് അതിലേക്ക് വരുന്നു. ഇതുപോലെ വലിയ ഭീമന്മാർ, ജയൻസ് എന്ന് പറയാവുന്നവരൊക്കെ വരുന്നത് ഈ ഒരു മേഖലയിലേക്കാണ്. കാരണം അതിലാണ് ഫ്യൂച്ചർ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ കാരണം. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ പിടിച്ചോണ്ട് ജസ്റ്റ് ഒരു മൊബൈൽ ഫോണുമായിട്ട് ഇരുന്നിട്ട് ലക്ഷങ്ങളും കോടികളും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തും കിടപ്പാടം പണയം വെച്ചും ബിസിനസ് ക്രെഡിറ്റ് കൊടുത്തും ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഇന്ന് ഓൾഡ് ജനറേഷനെ നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസിന്റെ സൈസ് ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടല്ല ഒരു ബിസിനസിന്റെ സൈസ് വിലയിരുത്തുന്നത്. അതിന്റെ ലിവറേജബിലിറ്റിയാണ് ഒരു ബിസിനസിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തുമാത്രം ലിവറേജ് ചെയ്യാൻ പറ്റും, ടൈം ലിവറേജിങ്, മണി ലിവറേജിങ് ആണ് ഇന്നത്തെ കാലം. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ലെവലിലേക്ക് നമുക്ക് ലിവറേജ് ചെയ്യാൻ പറ്റും. അത് ആണ് ഇന്നത്തെ ബിസിനസിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്തെ പോലെ ലാൻഡോ ലേബറോ ക്യാപിറ്റലോ ഒന്നും അല്ല ഇന്നൊരു ബിസിനസിന്റെ സൈസ് തീരുമാനിക്കുന്നത്. എന്തുമാത്രം സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുള്ളതിനനുസരിച്ചാണ് ആ ബിസിനസിന്റെ സൈസ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന കമ്പനി മാക്ലേൺ എന്ന് പറഞ്ഞ UK ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കമ്പനി ചെയ്യുന്നത് നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ച്. അൺഫോർച്ചുനേറ്റ്ലി ഒരു 95-96% കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയല്ല എന്നുള്ളതാണ് സത്യം. പല ആൾക്കാരും കേട്ടിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ സ്കാമുകളെ കുറിച്ചാണ്. ക്രിപ്റ്റോയിൽ ആരെങ്കിലും വന്നു കുറച്ച് പൈസ ഇടുന്നു, 3 മാസം കഴിഞ്ഞ് ഇരട്ടിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആൾക്കാർ ഏത് ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്ന സമയത്തും അതിനകത്ത് ഇഷ്ടംപോലെ ഫേക്ക് ആൾക്കാർ വരും. അവരാണ് മാർക്കറ്റിൽ ആദ്യം വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അധികം ഒന്നും പറയാനില്ല, പെട്ടെന്ന് പൈസ ഇരട്ടിപ്പിച്ച് തരാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ സബ്ജക്ട് പഠിക്കാത്ത അല്ലെ അറിയാൻ പാടില്ലാത്ത പല ആൾക്കാരും അതിനകത്തൊക്കെ പോയി പെട്ടെന്നുള്ള ഒരു അട്രാക്ഷൻ കേട്ട് അതിനകത്തൊക്കെ പോയി പെടുകയും ചെയ്യും. അത് കഴിഞ്ഞ് ടോട്ടലി ഇതിന് ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് പണം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കും പറയുക. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു അനന്ത സാധ്യതയുള്ള ഒരു വലിയൊരു സാഗരമാണ്. അതായത് ഇന്ന് ഓരോ രാജ്യത്തും ഓരോ കറൻസി എന്നുള്ളൊരു കാലം മാറി ലോകം മുഴുവൻ ഒറ്റ കറൻസിയിലേക്ക് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇതുവരെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലായിരുന്നു പോയിരുന്നെങ്കിൽ ഇനി നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് ആണ് ഓൾറെഡി ആയി കഴിഞ്ഞു. അതായത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര അസറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു RBIയിലോ അല്ലെ ഒരു ഇൻകം ടാക്സിലോ ഇരിക്കുന്ന ഒരാൾക്ക് അവരുടെ വിരൽത്തുമ്പിൽ ഒരു ബട്ടൺ ഞെക്കിയാൽ കിട്ടുമായിരുന്നെങ്കിൽ ഇനി ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അസറ്റ് എത്രയുണ്ടെന്ന് അവർക്ക് മാത്രം അറിയാം, വേറൊരാളോടും ഡിസ്ക്ലോസ് ചെയ്യാതെ വേറൊരാൾക്കും ട്രാക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരാൾക്ക് സൂക്ഷിക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഇനിയുള്ള കാലത്ത് ലാൻഡോ ഒന്നും ഒരു അസറ്റ് ആയിരിക്കില്ല എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ അസറ്റ്സിന്റെ ഒരു കാലമാണ് ഇനിയുള്ള കാലത്ത്. നമ്മൾ പുറമെ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ് അല്ല, ഡിജിറ്റൽ അസറ്റിന്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിപ്റ്റോയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നല്ലതായിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. 2 months 3 months കോഴ്സുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും എറണാകുളത്തും ഒക്കെ ഉണ്ട്. 40,000-50,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ദുബായിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് 2 months 3 months കോഴ്സുകൾ. കാരണം അത്രമാത്രം സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറും ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവനും കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു വിരൽ തുമ്പിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാലത്ത്, അല്ലെ മൊബൈൽ ഫോൺ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ ആയി മാറിയ ഒരു കാലത്ത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൂടുതൽ ആൾക്കാരും മജോറിറ്റി ആൾക്കാരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അൺവാണ്ടഡ് കാര്യങ്ങൾക്ക് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ ഡിവൈസ് നമ്മുടെ കയ്യിൽ ഉറങ്ങുമ്പോൾ പോലും കൂടെയുള്ള ഇതേ ഡിവൈസ് ഒരു മണി മേക്കിംഗ് മെഷീൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പറയുന്ന ഈ മാക്ലേൺ എന്ന് പറഞ്ഞ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് തരുന്നത്. അതിൽ 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുടെ 49 മൊഡ്യൂൾ ഫോറക്സിന്റെ ആണുള്ളത്. ഇതില് ഈ 49 മൊഡ്യൂളും 1 by 1 പഠിച്ച് നമുക്ക് തിയറി ആയിട്ട് നമുക്ക് പഠിക്കാം. അതുകൂടാതെ പ്രാക്ടിക്കൽ സെഷൻ എല്ലാ ദിവസവും രാവിലെ ടീം ലെവലിൽ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നടക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾക്ക് അത് പഠിക്കാനും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റബിലിറ്റി ഉറപ്പാക്കാനും പറ്റും. ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 49 മൊഡ്യൂൾ ക്രിപ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ട് 49 മൊഡ്യൂൾ ഇതിന്റെ മൊബൈൽ ആപ്പിൽ ഉള്ളതിൽ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂളിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഇത്
ഓരോ മൊഡ്യൂളും പഠിച്ച് വേണം അതിന്റെ തിയറി നമ്മൾ പഠിക്കാൻ. പ്രാക്ടിക്കൽ സെഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവറി ഡേ മോർണിംഗ് പ്രാക്ടിക്കൽ സെഷൻ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ആഴ്ചയിൽ 3 ദിവസം മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ നമ്മൾ പുതിയ ആൾക്കാർക്ക് കൂടെ അത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഇതിന് ഓരോ മീറ്റിംഗ്സും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ഓരോ പർപ്പസോട് കൂടിയാണ്. ഇന്നത്തെ പ്രോഗ്രാം ഇതിലെ ഈ 49 മൊഡ്യൂൾ ക്രിപ്റ്റോയെ കുറിച്ചുള്ളതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂള് ഡീറ്റെയിലിംഗ് ആണ്. ഇതിന്ന് ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്ന് പ്രസന്റ് ചെയ്യുന്ന ആൾ വളരെ നോളജബിൾ ആയ ഒരാളാണ്. ഈ ഒരു സബ്ജക്റ്റിൽ വളരെ ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് മുരളീമോഹൻ എന്നാണ്. തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഇതിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു വെൽത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുമാണ്. ഒരു ഇൻവെസ്റ്ററുമാണ്, ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്ററുമാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് നമ്മൾക്ക് വേണ്ടി ഈ പ്രസന്റേഷന് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അടുത്ത ഒരു 40 to 45 മിനിറ്റ്സ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ സമയമുണ്ട്. അതുകൂടാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ, അവര് പ്രോഫിറ്റ് ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവരുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ നമുക്ക് ഇത് ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവാം. അങ്ങനെയുള്ളവരെ നമ്മൾ അവസാന മീറ്റിംഗിന് ശേഷം പരിചയപ്പെടുത്തുന്നുണ്ടാവും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റ്, ഒന്ന് പരമാവധി ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത് വെക്കാന്നുള്ളതും ഓൺ ചെയ്ത് വെക്കുക. ഓഡിയോ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. അപ്പം പരമാവധി ഓഡിയോ ഓഫ് പൊസിഷനിലും വീഡിയോ ഓൺ പൊസിഷനിലും പറ്റുന്നവരെല്ലാം ചെയ്യുക. ലാസ്റ്റ് വരെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് പകുതി ആകുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത് പോകാതിരിക്കുക. അവസാനം വരെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അനുവാദത്തോടു കൂടി ഞാൻ ഇന്നത്തെ സ്പീക്കർ മുരളീമോഹൻ സാറിനെ ഈ മീറ്റിംഗ് നയിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കാം. ഓവർ ടു മുരളീമോഹൻ സാർ. Thank you, Ganesh sir. Thank you very much for your nice invitation and nice introduction. Thank you very much and welcome you all to this MacLearn എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം കൂടി ആദ്യമായി സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബേസിക്കലി എന്താണ് മാർക്കറ്റ് എഫക്ട്സ് തരുന്നത്, ആ മാർക്കറ്റ് എഫക്ട്സ് തരുന്ന ആ മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂൾ എങ്ങനെയുണ്ട് എന്നുള്ളത്, അതെന്താണെന്നുള്ളതും കാണിച്ചു തരികയും അത് പറഞ്ഞു തരികയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദൗത്യമായിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് മാർക്കറ്റ് എഫക്ട്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഗണേശ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഞാൻ ഒന്നുകൂടി അതിലേക്ക് പോവാണ്. മാർക്കറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മാക്ലേൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പണ്ടത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഒരു പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം നമ്മൾ തന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം, മോനെ നന്നായി പഠിക്കണം, പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ, ജോലി കിട്ടിയാലേ നിനക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യാനും അറിവ് വേണം. ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. ഇന്നൊരു പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലേക്കായി മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മളൊരു പൈസ വിഡ്രോ ചെയ്യുക, പൈസ ഒരാൾക്ക് കൊടുക്കുക ചെയ്യണമെങ്കിൽ ബാങ്കിൽ പോകണമായിരുന്നു. അവിടെ നിന്ന് ചെക്ക് ലീഫ് എഴുതി കൊടുക്കണം. ചെക്ക് ലീഫ് എഴുതി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അവർ സീൽ ചെയ്ത് തരും, സ്റ്റാമ്പ് ചെയ്ത് തരും. അങ്ങനെ കുറേ തലവേദനകളായിരുന്നു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ ഫിസിക്കലായിട്ട് ക്യാഷ് എടുത്തിട്ട് വരണം. ഇന്ന് എന്ത് രസം എന്ന് വെച്ചാൽ ഒരു കടയിൽ പോവുക, മൊബൈൽ ഫോൺ എടുത്ത് നോക്കുക, എത്ര എഴുതി ചോദിക്കുക, മൊബൈൽ ഫോൺ എടുത്ത് സ്കാനർ എവിടെയെന്നാണ് ആദ്യത്തെ ചോദ്യം. സ്കാനർ എടുക്കുക, സ്കാൻ ചെയ്യുക. ഇന്ന് ഞാൻ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് കപ്പലിന്റെ മേടിക്കാൻ വന്നു. അവിടെ പോയി എന്റെ വൈഫ് സ്കാനർ വിളിച്ചിട്ട് 50 രൂപയുടെ കപ്പലിന്റെ മേടിച്ചത് വരെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു മാറ്റം എന്ന്. കപ്പലിന്റെ വേണ്ടിക്കാർ വരെ സ്കാനർ വെച്ചിട്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചില്ലറ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ പിച്ചക്കാരൻ എനിക്ക് സ്കാനർ എടുത്ത് കാണിച്ചിരുന്നു. ഈ സ്കാനറിലേക്ക് സ്കാൻ ചെയ്ത് തന്ന പൈസ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഒരു ഡെവലപ്മെന്റ്, ഇന്ന് മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ ബേസ് ചെയ്ത് അത്രയധികം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭയങ്കരമായ ഒരു കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് വന്നു, നിർമ്മല സീതാരാമൻ പറയുന്നു എന്ത് നിങ്ങൾ 21,000 രൂപ നിങ്ങൾക്ക് ഡെയിലി 15,000 രൂപ വെച്ച് ഇൻകം കിട്ടുന്നത്. നിർമ്മല സീതാരാമൻ ഇരുന്ന് പ്രസന്റ് ചെയ്ത് ലിപ് മൂവ്മെന്റ്സ് വരെ കറക്റ്റ് ആയിട്ട് എന്ത് രസമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ആളുകളുടെ പൈസ പറ്റിക്കാൻ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇത്ര രസകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ചു. ഇവിടെ
ഈ ഒരു ടെക്നോളജി പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഉടായ്പ കാര്യങ്ങൾക്കല്ല, ജെനുവിൻ ആയിട്ട് തന്നെ ആ ടെക്നോളജിയെ നമ്മൾ മനസ്സിലാക്കുകയും ടെക്നോളജിയെ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അസറ്റ് ബിൽഡിങ്ങിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖല, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈവൻ പല യൂണിവേഴ്സിറ്റീസും ഇന്നിപ്പോൾ ബ്ലോക്ക് ചെയിൻ കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരള തുടങ്ങിയിട്ടുള്ള കേരള ബ്ലോക്ക് ചെയിൻ അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഞാൻ ബ്ലോക്ക് ചെയിനെ പറ്റി മനസ്സിലാക്കിയതും പഠിക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വേൾഡിന്റെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 5% താഴെ ആളുകൾ മാത്രമേ പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാത്ത ആളുകൾ ഇത് കേൾക്കുന്നിടത്തെല്ലാം കൊണ്ടുപോയി അതിനകത്ത് പൈസ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജെനുവിനായിട്ട് ഇത് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നതിനായി ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊരു വലിയൊരു മാർക്കറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ടുള്ള മാർക്കറ്റ് ആൽഫാക്കസ് തുടങ്ങിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് മാക്ലേൺ എന്ന് പറയുന്നത്. വേൾഡ് ഓവർ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ കറൻസീസ് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതും അതിനകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നും ഉള്ള ഒരു കാര്യങ്ങളെല്ലാം പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു കൺസൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ട്യൂട്ടോറിയൽസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. ക്രിപ്റ്റോസ് മാത്രമല്ല ഫോറക്സ് ട്രേഡിംഗ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് നമുക്ക് ഡെമോ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റിസ്ക് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യാൻ, ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനവും അതിനകത്ത് നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള സംവിധാനവും അതിനകത്തുണ്ട്. അതേമാതിരി തന്നെ ഗെയിമിഫിക്കേഷൻ എഫക്ട്, നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടുന്ന രീതിയിൽ, നമുക്കൊരു പോയിന്റ്സ് കിട്ടുന്ന രീതിയിൽ, റിവാർഡ് ടോക്കൺസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, ഒരു ഗെയിമിഫിക്കേഷൻ എഫക്റ്റ് അതിനകത്തുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടും, തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ നഷ്ടപ്പെടും. അപ്പൊ വീണ്ടും അത് പഠിച്ച് ജയിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവും. ആ ഒരു രീതിയിലുള്ള ഒരു ഗെയിമിഫിക്കേഷൻ എലിമെന്റ്സ് ഉണ്ട്. ഇത് കൂടാതെ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് നമ്മൾ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഒരു വരുമാനം നമുക്ക് അതിനകത്തൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ കിട്ടുന്ന സംവിധാനമുണ്ട്. റിയൽ ടൈം ആയിട്ടുള്ള മാർക്കറ്റ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് എങ്ങനെ പോകുന്നു, മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എന്തൊക്കെയാണ് മാർക്കറ്റിൽ വരുന്ന ന്യൂസ്, ഈ ന്യൂസുകളെല്ലാം അതേ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ നമുക്ക് അറിയാനുള്ള സംവിധാനം. അങ്ങനെ നമ്മളുടെ മൊബൈലിനകത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ മാർക്കറ്റ് ആൽഫാക്കസ് 2 ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോകത്തെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബിറ്റ്ഗെറ്റിന്റെ പാർട്ട്ണറാണ്. ബിറ്റ്ഗെറ്റിന്റെ പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് ബിറ്റ്ഗെറ്റിന് കൂടി നമ്മൾ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ലയണൽ മെസ്സിയാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമാണ് ബിറ്റ്ഗെറ്റ്. ബിറ്റ്ഗെറ്റുമായിട്ട് നമ്മളുടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കാൾട്ടൺ എന്ന് പറയുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറക്സ് എക്സ്ചേഞ്ച്, ആ ഫോറക്സ് എക്സ്ചേഞ്ചുമായിട്ടും പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മളുടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക് അത്തരം പ്ലാറ്റ്ഫോം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്. എന്തൊക്കെ രീതിയിൽ നമുക്ക് മാക്ലേണിൽ കൂടി പണം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം, പഠിച്ചതിന് ശേഷം നമുക്ക് ട്രേഡ് ചെയ്യാം, ട്രേഡിംഗ് സ്കിൽസ് ഉണ്ടാക്കിയിട്ട് ഡെയിലി നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. ആളുകളെ റെഫർ ചെയ്തിട്ട് അതിൽ കൂടി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. കൂടുതൽ ആൾക്കാരെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനും വേണ്ടി അല്ലെങ്കിൽ സഹായിച്ചുകൊണ്ട് പഠിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ഈ പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കി അതിനകത്ത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ മാക്ലേണിനകത്തൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കേണ്ടത് നമ്മൾ എന്താണ് ആക്ച്വലി മാക്ലേൺ അല്ലെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളതിന്റെ ആ മോഡ്യൂൾ എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മോഡ്യൂൾ എന്താണെന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ മോഡ്യൂൾ എന്താണെന്ന് നിങ്ങൾക്ക് ഫിസിക്കലി ഒന്ന് കാണിച്ചു തരാം ഞാനത്. അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമുണ്ടാവും അത് മനസ്സിലാക്കാനായിട്ട്.
സാറേ സ്ക്രീൻ ഷെയറിംഗ് ഇല്ല കേട്ടോ. അത് വരുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്, ഞാൻ ഇതൊന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഓക്കെ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ മാർക്കറ്റ് അൽഫ കോഴ്സിന്റെ മോഡ്യൂൾസ് വരുന്നത്. ഇങ്ങനെയാണ്. ഈ മോഡ്യൂൾസിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോന്റെ മോഡ്യൂൾസും ഉണ്ട്, ഫോറക്സിന്റെ മോഡ്യൂൾസും ഉണ്ട്. ക്രിപ്റ്റോസിന്റെ മോഡ്യൂൾസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫറെന്റ് മോഡ്യൂൾസ് ഇതിനകത്തുണ്ട്. ഇൻട്രൊഡക്ഷൻ ക്രിപ്റ്റോ കറൻസി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അഡ്വാൻസ് ക്രിപ്റ്റോ ട്രേഡിംഗ്, റിസ്ക് മാനേജ്മെന്റ് ഇൻ ക്രിപ്റ്റോ ട്രേഡിംഗ്, സെക്യൂരിറ്റി കോംപ്ലയൻസസ് ഇൻ ക്രിപ്റ്റോ ട്രേഡിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ. കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ക്രിപ്റ്റോ മൈനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വരെയുള്ള ക്രിപ്റ്റോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതേപോലെ തന്നെ ഫോറക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും നമുക്കുണ്ട്. അപ്പൊ നമ്മളിത് എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഓരോ കോഴ്സുകളും സിസ്റ്റം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ എടുക്കുകയാണ് സ്റ്റാർട്ട് ലേണിംഗ്. ഈ ലേണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറെ കോഴ്സുകളെല്ലാം ബ്ലോക്ക്ഡ് ആണ്. എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക്ഡ് ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സുകൾ ആക്ച്വലി ഞാൻ ഒരു കോഴ്സ് പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത കോഴ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് മോഡ്യൂൾ 0 കഴിഞ്ഞ് മോഡ്യൂൾ 1 0 മുഴുവൻ പഠിച്ച് എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോഡ്യൂൾ 1ലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ആ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ മോഡ്യൂൾ 2ലേക്കും മോഡ്യൂൾ 3ലേക്കും ഒക്കെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഓരോ മോഡ്യൂളും നമ്മൾ ഓരോ കോഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ലേണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ മോഡ്യൂളിനകത്ത് നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ഉണ്ടാവുന്നതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് അതിനകത്ത് വീഡിയോ പ്രസന്റേഷൻ ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി വീഡിയോ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം. വോയിസ് വരുന്നുണ്ടോ? ഓഡിയോ ഉണ്ടോ? ഓഡിയോ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ഞാൻ ഇതിലേക്ക് അധികം പോകുന്നില്ല. കാര്യം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ മോഡ്യൂളിനകത്തുള്ളത് തന്നെയാണ്. പുതുതായിട്ടുള്ള കാര്യങ്ങളല്ല, ആ മോഡ്യൂളിനകത്തുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, ടീമിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് വീഡിയോ ഉണ്ട്, നമുക്ക് അതിനകത്ത് ടെക്സ്റ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. എങ്കിലും ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നേരിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒന്നുകൂടി, അതായത് ആ ലാംഗ്വേജിന്റെ ബാരിയർ ഉള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടി മലയാളീകരിച്ചൊക്കെ പറയുന്ന സമയത്ത് മലയാളികൾക്ക് നന്നായി മനസ്സിലാവും. തമിഴിൽ പറയുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഹിന്ദിയിൽ പറയുമ്പോൾ ഹിന്ദിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ടീമിന്റെ ഭാഗത്ത് നിർത്തുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ കൂടി ഈ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചതിനുപരി നമുക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ച് വായിക്കുന്നതിനെക്കാട്ടിലേറെ അതിനെ നമുക്കൊന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് കവർ ചെയ്യുകയാണ്. അതിനെ നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. സോ വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെ ഇതിനെ ശരിക്കും ആദ്യത്തെ ഡിസൈൻ ചെയ്തത് ഒരു കറൻസി ആയിട്ടാണ്.
അതായത് ലോകം മുഴുവൻ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്ന ആ ലോകം മുഴുവൻ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഉള്ളപ്പോൾ എന്തുകൊണ്ട് പല രാജ്യങ്ങൾക്ക് പല കറൻസിയാണ്? ഇപ്പോൾ പല രാജ്യങ്ങളിലെ കറൻസി ഡിഫറെന്റ് ആണ്. ഇന്ത്യയെ സംബന്ധം ഇന്ത്യൻ റുപ്പീസ് ആണ്, അമേരിക്കയിൽ പോയാൽ ഡോളറാണ്, അല്ലെങ്കിൽ UAE പോയി കഴിഞ്ഞാൽ അവിടെ ദിറമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ കറൻസി ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ ആ കറൻസി മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഒരു ക്രോസ് ബോർഡർ ട്രാൻസ്ഫർ എന്ന് പറയുന്നതിനകത്തൊക്കെ ഭയങ്കര ചാർജസ് വരുന്നുണ്ട്, ഹെവി ചാർജസ് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വന്നൊരു ആശയമാണ് എന്തുകൊണ്ട് ലോകത്ത് മൊത്തം ഒരൊറ്റ കറൻസി ആയിക്കൂടാ, ഇന്റർനെറ്റിലും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു കറൻസി എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ആക്ച്വലി ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതിന്റെ ജന്മം. ഇത് ജനിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സെക്യൂരിറ്റി എലിമെന്റ്സ് ഉണ്ട്. അത് ആര് സൂക്ഷിക്കും, എങ്ങനെ ഉപയോഗിക്കണം, അത് മറ്റൊരാൾ തട്ടിയെടുക്കാതെ പോകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ എലിമെന്റ്സ് അതിനകത്ത് ഉള്ളത് കൊണ്ട് അതിനകത്തൊരു വാല്യൂ ഉണ്ടാവണം. ആ വാല്യൂ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ കൂടെ ഒറ്റയടിക്ക് വരാൻ പാടില്ല, അതിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ കുറേ കൺട്രോൾസിന്റെ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നടത്തുന്നതിനായിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് വന്ന വലിയൊരു ചലഞ്ചാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ സോഫ്റ്റ്വെയർസും ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം സെൻട്രലൈസ്ഡ് സെർവേഴ്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് സെർവറിലേക്കായിരിക്കും എല്ലാ കമ്പനികളുടെയും സോഫ്റ്റ്വെയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സെർവറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട എല്ലാ നോഡുകളുടെയും ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഡാറ്റ നഷ്ടപ്പെടുത്താതെ ആ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ച് നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിനകത്തുള്ള ഒരു സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് വന്നിട്ടുള്ള ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ക്രിപ്റ്റോ കറൻസി. ആ 2008 ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ലോകത്ത് നിലവിൽ വന്നത്. ഇത് നിലവിൽ വരുന്നതിന്റെ ഒരു റീസൺ കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് റെസിഷൻ വന്ന സമയത്ത് ആ റെസിഷന്റെ കാലഘട്ടങ്ങളിൽ അറിയാം വളരെ വളരെ ഭയങ്കരമായിരുന്ന വലിയ വലിയ ബാങ്കുകളൊക്കെ പൊളിഞ്ഞു പോവാണ്. നമ്മൾ അതുവരെ വിശ്വസിച്ചിരുന്നത് ബാങ്കിൽ നമ്മുടെ പൈസ ഇട്ടാൽ സേഫ് ആണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാർ ആ ബാങ്കിൽ ഇട്ടുന്ന പൈസ അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ബാങ്കുകൾ പലതും പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിന് ശരിയായ ഇതിന്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് ബോധ്യം വന്നതും അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ആദ്യം വന്ന ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ ആയതുകൊണ്ട് തന്നെ ആ ബിറ്റ് കോയിൻ വന്നു. അത് ആദ്യമൊക്കെ ഒന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പല രാജ്യങ്ങളിലും ആളുകൾ മനസ്സിലാക്കി തുടങ്ങി, ഇത് വളരെ പോപ്പുലർ ആയി തുടങ്ങി. അങ്ങനെ പോപ്പുലർ ആയി കഴിയുന്നതിന്റെ ഒപ്പം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോപ്പുലർ ആയി തുടങ്ങി. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ മറ്റുള്ള അനന്ത സാധ്യതകൾ പല മേഖലകളിലേക്കും അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി ആ സാധ്യതകൾ വന്നതോടുകൂടി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒരു ഏറ്റവും വലിയൊരു റെവല്യൂഷനായി മാറുകയുണ്ടായി. അപ്പൊ ഇന്ന് പല കമ്പനികളും അവരുടെ ലോജിസ്റ്റിക്സ് കൺട്രോളിനും എഡ്യൂക്കേഷനും ഈവൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരെ നമ്മളുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ബ്ലോക്ക് ചെയിനിലേക്കാണ് നമ്മളുടെ ആധാരങ്ങളും കാര്യങ്ങളും എല്ലാം ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേമാതിരി ഇപ്പൊ നമുക്കറിയാം ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന അഹമ്മദാബാദിൽ ഉണ്ടാകുന്ന ഗിഫ്റ്റ് സിറ്റിയിൽ ലാൻഡുകളെല്ലാം ടോക്കണൈസ്ഡ് ആണ്. അവിടുത്തെ ലാൻഡുകളെല്ലാം ടോക്കണൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ലാൻഡുകളെല്ലാം ടോക്കണൈസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു അതിപ്രസരം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിറ്റ് കോയിൻ മാത്രമല്ല, ഇന്ന് ഓരോ ബ്ലോക്ക് ചെയിനകത്തും എന്താ പറയുക ട്രാൻസാക്ഷൻ നടത്തുന്നതിനായിട്ടുള്ള പലതരത്തിലുള്ള കോയിൻസ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം അറിയപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്? ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ ഒരു റെക്കോർഡുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു റെക്കോർഡുകളെല്ലാം ഒരു ലെഡ്ജറാക്കി ആ ലെഡ്ജറിനകത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഹെഡ് ഇട്ട് ലെഡ്ജറിനകത്ത് ഇങ്ങനെ കണക്ക് എഴുതി വെക്കും. ഈ ലെഡ്ജർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലുണ്ടാവും. ആ ലെഡ്ജർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൾ നഷ്ടപ്പെട്ടു. ഇതിന് പകരം ഈ ലെഡ്ജറിന്റെ സിസ്റ്റം അത് തന്നെ, പക്ഷെ ഈ ലെഡ്ജർ സൂക്ഷിക്കുന്നത് പല കമ്പ്യൂട്ടറുകളിലാണെങ്കിലുള്ള അവസ്ഥ എന്തായി? അതായത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സാധനത്തിന് പകരം അതിനെ ഡീസെൻട്രലൈസ് ചെയ്ത് പല കമ്പ്യൂട്ടറുകളിലാണ് ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യാം, ഡാറ്റ ആഡ് ചെയ്യാം. ഈ ലെഡ്ജറിലേക്ക് ആഡ് ചെയ്യുന്ന ഡാറ്റ മറ്റുള്ള ഒരാൾക്കാർക്ക് വെരിഫൈ ചെയ്യാം. അത് വെരിഫൈഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ പെർമനന്റ് ആയിട്ട് ലെഡ്ജറിൽ ഉണ്ടാവും. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ആ ഡാറ്റ എപ്പോൾ വേണമെങ്കിലും കാണാം, വിലയിരുത്താം.
അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ പണ്ടത്തെ കാലത്തെ എന്താ പറയുക, ഒരു ചങ്ങാതിക്കുറി എന്നൊക്കെ പറയും. ആ ചങ്ങാതിക്കുറി എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരും ഒരവിടെ ഓഫീസൊന്നും ഉണ്ടാവില്ല, എല്ലാവരുടെയും കയ്യിലെടുത്തുണ്ട് കടലാസും അതിനകത്ത് ആ കണക്കുകൾ ഉണ്ടാവും. എത്ര രൂപ അടച്ചു, എത്ര രൂപ കിട്ടാനുണ്ട്, ആരൊക്കെ വിളിച്ചു, ആരൊക്കെ എടുത്തു എന്നൊക്കെയുള്ള കുറെ കണക്കുകളൊക്കെ ഉണ്ടാവും. അത് എല്ലാവരുടെയും അടുത്ത കണക്കുണ്ടാവും. അത് കാരണം ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കണക്കുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്ത്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് സെർവർ എന്നുള്ള സിസ്റ്റം ഇട്ടിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും ഇതിന്റെ സെർവറായി മാറുകയാണ്. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാത്തിനകത്തും ഈ ഡാറ്റാസ് എല്ലാം കിടക്കുകയാണ്. ഈ ഡാറ്റാസ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ആരുടെയും പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ സ്റ്റോർഡ് അല്ല. ഇത് കമ്മിൽ കണക്ട് ആകുമ്പോൾ എല്ലാവർക്കും ഈ ഡാറ്റാസ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ടെക്നോളജിയാണ്. അതിന് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്കുകളായിട്ടാണ് ഡാറ്റ സേവ് ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കുകളിലായിരിക്കും ഇതിനകത്ത് ഡാറ്റ ഉള്ളത്. ആ ബ്ലോക്കുകൾ എല്ലാം ഒരു ചെയിൻ രൂപത്തിൽ, ആ ബ്ലോക്കുകൾക്കെല്ലാം എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ ബ്ലോക്കിന് ഒരു നമ്പർ ഉണ്ടാവും, അതിനൊരു എപ്പോഴാണ് ഉണ്ടാക്കിയെന്നുള്ള ടൈം ഉണ്ടാവും, രണ്ടാമത്തെ ബ്ലോക്കിനും ഒരു നമ്പർ ഉണ്ട്, രണ്ട് എന്നുള്ള നമ്പർ ഉണ്ടാവും, അതുണ്ടാക്കിയ സമയം ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രീവിയസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നായിരിക്കും. എപ്പോഴും ഒരു ബ്ലോക്കിന് ഒരു പ്രീവിയസ് ബ്ലോക്കേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെയിന്റെ രൂപത്തിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതുകൊണ്ടാണ് അതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം, എന്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും ആ ട്രാൻസാക്ഷനെ സേവ് ചെയ്യുന്നത് ഒരു ബ്ലോക്കിനകത്ത് സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനെ വെരിഫൈ ചെയ്യുന്നു. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ഡാറ്റയായി മാറുന്നു. ഇതാണ് ഈ ടെക്നോളജി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങൾ എല്ലാവർക്കും കാണാം. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആണ്, സെക്യൂർഡ് ആണ്. ഈ മൈനേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല, ആരെങ്കിലും ഒരാളുടെ കയ്യിലല്ല ഇത് കിടക്കുന്നത്, എല്ലാവരുടെയും കയ്യിലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു പ്രാവശ്യം ബ്ലോക്കിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനും സാധിക്കാത്ത രീതിയിലും അതിനകത്ത് എന്തൊക്കെ നടന്നുള്ള എൻ്റയർ ഹിസ്റ്ററി എല്ലാവർക്കും വ്യൂ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസീസ് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ട്രാൻസാക്ഷൻ, നോർമലി ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഗണേഷ് സാറിന് കുറച്ച് പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ അടുത്ത് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാങ്കിൽ പോയിട്ട് ചോദിച്ചാലേ പുള്ളിയുടെ അത് കിട്ടിയോ, പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിലുള്ള സംവിധാനമുള്ളൂ. പക്ഷെ ഇവിടെ ക്രിപ്റ്റോ കറൻസീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെരിഫൈ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഒരാൾക്ക് കിട്ടിയിട്ടില്ല എന്നൊന്നും നുണ പറയാൻ പറ്റില്ല. ബാങ്കിൽ പോയി വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. മൊബൈൽ ഫോണിൽ അപ്പം തന്നെ നോക്കി അദ്ദേഹത്തിന്റെ വാലറ്റിനകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ കയറാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാനുള്ള ചാൻസസും വളരെ കുറവാണ്. കാരണം ഇതെല്ലാം ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഈ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഈ വെരിഫൈ ചെയ്യുന്നതിന് അവർക്ക് കിട്ടുന്ന ചാർജാണ് മൈനിങ് ഫീസ് എന്ന് പറയുന്നത്. ഇത് ഈ ക്രിപ്റ്റോ കറൻസീസ് എല്ലാം ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നത് പല മെത്തേഡുകളുണ്ട്, പല കൺസെൻസസ് ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പല കൺസെൻസസ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോഗ്രാഫിക് പസിൽ സോൾവ് ചെയ്തിട്ടാണ് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ വെരിഫൈ ചെയ്യുന്നവരെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ആ മൈനറുടെ മൈൻ ചെയ്യുന്നതിന്റെ ഫീസ് കിട്ടും. അങ്ങനെ മൈൻ ചെയ്യുന്നതിന്റെ ഫീസ് കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാണ് ക്രിപ്റ്റോ കറൻസീസിന്റെ ഒരു മെത്തേഡ്. എന്താണ് ക്രിപ്റ്റോ കറൻസി ഇത്ര ഇമ്പോർട്ടന്റ് ആവാനുള്ള കാര്യം നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടൊരു മെത്തേഡ് തരുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആളില്ല. ഒരു 2 പേര് തമ്മിലുള്ള പിയർ ടു പിയർ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ഇത് അപ്രൂവ് ചെയ്യാവുന്നതായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലായിട്ടില്ല. മൈനേഴ്സ് ഉണ്ടെങ്കിലും മൈനേഴ്സ് പരസ്പരം അറിയുന്നില്ല. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഇതിനകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് അതിനകത്ത് ഒരാളുടെ ട്രാൻസാക്ഷൻസ് മോണിറ്റർ ചെയ്യോ കാര്യങ്ങളൊക്കെ ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് സർക്കാരിന്റെ പ്രശ്നവും ഇന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നത് സർക്കാരിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഇത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. അതിനെ സെൻട്രലൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഇന്ന് സർക്കാരുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം എക്സ്ചേഞ്ചിനകത്ത് KYC കമ്പൽസറി ആക്കുന്നു. എക്സ്ചേഞ്ചിനകത്ത് KYC ചെയ്താൽ മാത്രം പോരാ, ഏത് വാലറ്റിലേക്കാണ് ഉപയോഗിക്കുന്നത് ആ വാലറ്റ് KYC ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ KYC ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡാറ്റാസിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യണം എക്സ്ചേഞ്ചിൽ നിന്ന് എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ കാരണം ഗവൺമെന്റുകളുടെ കൺട്രോൾ ഇതിനകത്ത് നഷ്ടപ്പെടുന്നതുകൊണ്ട് പലപ്പോഴും എല്ലാ ഗവൺമെന്റുകളും അതിനകത്ത് റെഗുലേഷൻസിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എങ്കിലും അതെല്ലാം സംസാരിച്ച് എല്ലാം എല്ലാവർക്കും ഗുണകരമായ ഒരു രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആൻഡ് സെക്യൂരിറ്റി ക്രിപ്റ്റോകറൻസീസ്, ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് വളരെ സെക്യൂർഡ് ആണ്. അങ്ങനെ അത്ര എളുപ്പത്തിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസിനെ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് കയറി ഒന്നും ചെയ്യാനോ പറ്റില്ല. കാരണം ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡും പബ്ലിക് ലെഡ്ജറിലാണ് കിടക്കുന്നത്. ആർക്ക് വേണേലും കാണാം. അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യല് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ട്രാൻസാക്ഷൻ ചാർജ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ US അയക്കണം എന്നുണ്ടെങ്കിൽ അയക്കാൻ പറ്റില്ല. അതാണ് സത്യം. പക്ഷേ ഇവിടെ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് അയക്കാൻ സെക്കൻഡുകളിനുള്ളിൽ നിസ്സാര കാശിന് അയക്കാൻ പറ്റും. നോർമലി ഇവിടെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെമ ഫെറ റൂൾസ് എല്ലാം ഉണ്ട്. ഈ റൂൾസ് പ്രകാരം ചാർജസും ഭയങ്കര ഹ്യൂജ് ആണ്. ജെന്യുവൻ ആയിട്ടുള്ള റീസണോട് കൂടി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചാർജസ് എല്ലാം പേ ചെയ്യണമെങ്കിൽ ക്രിപ്റ്റോസ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ലോകത്തിന്റെ ഏത് കോണിലേക്കാണെങ്കിലും സെക്കൻഡുകളിനുള്ളിൽ പൈസ അവിടെ എത്തുകയും ചെയ്യും, ക്രിപ്റ്റോസ് അവിടെ എത്തുകയും ചെയ്യും. ആ ക്രിപ്റ്റോസ് ഓരോ രാജ്യങ്ങളും അവിടുത്തെ ഫിയറ്റ് കറൻസി ആയിട്ട് മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാവുമ്പോൾ പണം ട്രാൻസ്ഫർ വളരെ ഈസി ആവുന്നു. വളരെ എന്താ പറയുക, ലോ ട്രാൻസാക്ഷൻ ഫീസിൽ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസീസിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തൊട്ട് കേൾക്കുന്ന കോയിൻസ് ആണെങ്കിൽ ബിറ്റ് കോയിൻ ഒരു കോയിനും, രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ആൾട്ട് കോയിൻസ്. ബിറ്റ് കോയിൻ അല്ലാത്ത കോയിനുകളെയാണ് ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത്. ആൾട്ട് കോയിൻസിലെ ലീഡിംഗ് ആൾട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ ഇത്തേറിയം ആണ് ലീഡിംഗ് ആയിട്ടുള്ള ആൾട്ട് കോയിൻ. കാര്യം 2015 ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലും ക്രിപ്റ്റോ കറൻസീസിലും വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നതാണ് ഇത്തേറിയം. അന്ന് വരെ ബിറ്റ് കോയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ പൈസ എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ബിറ്റ് കോയിൻ എങ്കിൽ അതിനകത്തൊക്കെ ഭയങ്കര മാറ്റം വരുത്തി ഇത്തേറിയം എന്ന് പറയുന്നത് വളരെ വൈഡ് ഓപ്പൺ ആക്കി ഒരുപാട് പോസിബിലിറ്റീസ് കൊണ്ടുവരുന്ന ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത്തേറിയം വന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നൊക്കെ പറയും. സ്മാർട്ട് കോൺട്രാക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് 2015 ഇത്തേറിയം വരുന്നത്. അപ്പൊ എത്തേറിയം എന്ന് പറയുന്ന ആ എന്താ പറയുക ബ്ലോക്ക് ചെയിന്റെ ബേസിക് ആയിട്ടുള്ള കോയിൻ ആണ് ഈതർ അല്ലെങ്കിൽ ETH എന്ന് പറയുന്നത്. ആ ETH അതിന്റെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു കോയിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബാങ്കുകൾ പരസ്പരം അവരുടെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോയിനാണ് റിപ്പിൾ അല്ലെങ്കിൽ XRP എന്ന് പറയുന്നത്. അതേമാതിരി ലൈറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ വന്നതിന് ശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോയിനാണ് ലൈറ്റ് കോയിൻ. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ സാധാരണ എന്താ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയില്ലേ, ഈ കോയിനുകൾക്കെല്ലാം വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഈ വ്യത്യാസം വരും എന്നുണ്ടെങ്കിൽ അതിനൊരു റെഫറൻസ് പോയിന്റ് ഉണ്ടാവണം. ഇപ്പൊ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ വില നമ്മൾ എങ്ങനെ തീരുമാനിക്കുക? എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഒരു പേനയുണ്ട്, അല്ലെങ്കിൽ ഒരു പെൻസിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചക്കയുണ്ട്, ഒരു മാങ്ങയുണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു കമ്പാരിസൺ വേണമല്ലോ എന്തെങ്കിലും ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? രൂപയെ ഒരു കമ്പാരിസൺ ആയിട്ട് വെക്കും. പേനയ്ക്കാണെങ്കിൽ 10 രൂപ, ചക്കയ്ക്കാണെങ്കിൽ 100 രൂപ, അല്ലാതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങയ്ക്കാണെങ്കിൽ 5 രൂപ. അപ്പൊ ഇതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടിയുള്ളതാണ് ടെതർ USDT എന്ന് പറയുന്നത്. അതൊരു സ്റ്റേബിൾ കോയിൻ ആണ്. അതിന്റെ വില എപ്പോഴും ഒരു US ഡോളറിന്റെ വില തന്നെയായിരിക്കും. അതായത് ഒരു ടെതർ USDT ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ടെതർ USDT വരുമ്പോൾ അതിന് റിസർവ് ആയിട്ട് $1 ടെതർ എന്ന് പറയുന്ന കമ്പനി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, പെഗ് ചെയ്ത് വെക്കും. $1 വരുമ്പോൾ കൊടുത്താൽ ഒരു ടെതർ USDT കൊടുക്കും. ഒരു ടെതർ USDT തിരിച്ചു കൊടുത്താൽ $1 തിരിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും $1 ആയിരിക്കും. അതിനൊരിക്കലും മാറ്റം വരില്ല. $1 കൊടുക്കുമ്പോൾ മാത്രമേ ഒരു ടെതർ USDT കിട്ടുള്ളൂ. ഒരു ടെതർ കൊടുത്തു കഴിഞ്ഞാൽ $1 കിട്ടുള്ളൂ. ഇതിന്റെ വാല്യൂവിൽ ഒരിക്കലും വ്യത്യാസം വരില്ല. അതുകൊണ്ട് തന്നെ അതിനെ വെച്ചിട്ടാണ് മറ്റുള്ള കോയിനുകളെ കമ്പയർ ചെയ്യുക. എത്തേറിയം നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡോളറിന്റെ ക്രിപ്റ്റോഗ്രാഫിക് രൂപമാണ് ടെതർ USDT. അല്ലെങ്കിൽ USDT എന്ന് പറയുന്നത് ടെതറിന്റെ US ഡോളർ ടെതർ, അതാണ് USDT. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ USDC എന്ന് വന്നിട്ടുണ്ട്, US ഡോളറിന്റെ കോയിൻ രൂപം USDC. അപ്പൊ ഈ ടെതർ പോലെ തന്നെ മറ്റൊരു കമ്പനിയാണ് USDC ഇറക്കുന്നത്. പിന്നെ ബിനാൻസിന്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഈ എന്താ പറയുക സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. ഈ സ്റ്റേബിൾ കോയിൻ വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇത്തേറിയത്തിന്റെ വില, ഇന്ന് ഇത്തേറിയത്തിന്റെ വില 2600 USDT അല്ലെങ്കിൽ ഡോളർ ആണെന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യ രൂപത്തിലാവുമ്പോൾ 2600 USDT. ഇന്ന് ബിറ്റ് കോയിന്റെ വില എന്ന് പറഞ്ഞാൽ 1,04,000 USDT. റിപ്പിളിന്റെ വില എന്ന് പറഞ്ഞാൽ 0.25 USDT എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് ഈ ടെതർ കോയിൻസ് വരുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യുന്നത്? ഈ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ബ്ലോക്ക് ചെയിൻ വാലറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ വാലറ്റുകളിലാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യുക. നമ്മൾ ഇതെല്ലാം ഇലക്ട്രോണിക് രൂപത്തിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി എന്നുള്ള പേര് കൊണ്ട് തന്നെ അതൊരു ക്രിപ്റ്റോഗ്രാഫിക് രൂപത്തിലുള്ള ഒരു കോഡ് മാത്രമാണ് ഈ പണം എന്ന് പറയുന്നത്.
അപ്പൊ ഈ കോഡിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു കോഡിലേക്കുള്ള ഒരു വാലറ്റ് അഡ്രസ്സിലേക്കാണ് സ്റ്റോർ ചെയ്യുക. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള വാലറ്റ് ഉണ്ട്. ഒന്ന് ഹോട്ട് വാലറ്റും ഉണ്ട്, രണ്ട് കോൾഡ് വാലറ്റും ഉണ്ട്. ഹോട്ട് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാലറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇന്റർനെറ്റിൽ എക്സ്പോസ്ഡ് ആണ്, ഫുൾ ടൈം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാലറ്റുകളെയാണ് ഹോട്ട് വാലറ്റ് എന്ന് പറയുന്നത്. കോൾഡ് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഡിവൈസുകളെയാണ് കോൾഡ് വാലറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വെബ് വാലറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഒരു വാലറ്റ് ഉണ്ട്. ആ വാലറ്റിന്റെ പ്രൈവറ്റ് കീ ഒക്കെ അവരുടെ കയ്യിലായിരിക്കും. നമ്മുടെ അടുത്ത് യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. കൺട്രോൾ മുഴുവൻ എക്സ്ചേഞ്ചിന്റെ ആയിരിക്കും. അതേസമയം ഹോട്ട് വാലറ്റും കോൾഡ് വാലറ്റും എന്ന് പറയുന്നതിന്റെ കൺട്രോൾ മുഴുവൻ, അതിന്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ന്യൂമോണിക്സ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാത്തടത്തോളം കാലം താക്കോൽ എന്നും നമ്മളുടെ കയ്യിലായിരിക്കും. ആ വാലറ്റിന്റെ താക്കോലാണ് അതിന്റെ പ്രൈവറ്റ് കീ. ആ പ്രൈവറ്റ് കീ മറ്റൊരാൾക്കും കൊടുക്കാത്തടത്തോളം കാലം താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അത് കോൾഡ് വാലറ്റ് ആയാലും ഹോട്ട് വാലറ്റ് ആയാലും. പക്ഷേ വെബ് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലായിരിക്കും. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്വേഡ് മറന്നുപോയാലും കുഴപ്പമില്ല. പാസ്വേഡ് നമുക്ക് രണ്ടാമത് കിട്ടാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഹോട്ട് വാലറ്റിലും കോൾഡ് വാലറ്റിലും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ താക്കോൽ പോയ ആ ലോക്കറിനകത്തിരിക്കുന്ന എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ബിറ്റ് കോയിൻ തന്നെ ഇതിനെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാതെ, ഇതിന്റെ വാലറ്റിന്റെ പ്രൈവറ്റ് കീയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ പ്രൈവറ്റ് കീ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബിറ്റ് കോയിൻ യൂസബിൾ അല്ലാത്ത ഒരുപാട് ബിറ്റ് കോയിൻ ഉണ്ട്, മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു റിയാലിറ്റി. ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചുകളിലാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതൊരു പ്ലാറ്റ്ഫോമാണ്. ചില ആൾക്കാർക്ക് കൊടുക്കാനുണ്ടാവും, ചില ആൾക്കാർക്ക് മേടിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് ക്രിപ്റ്റോ കറൻസി കൊടുത്തുകൊണ്ട് USDT മേടിക്കാനും USDT കൊടുത്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി മേടിക്കുന്നതിനും ഉള്ള സ്ഥലത്തിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ലീഡിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് ബിനാൻസ്, ബിറ്റ്ഗെറ്റ് തുടങ്ങിയതെല്ലാം ലീഡിംഗ് ആയിട്ടുള്ള നോർമൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണ്. എക്സ്ചേഞ്ചുകൾ തന്നെ രണ്ട് വിധത്തിലുണ്ട്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും ഉണ്ട്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ചിനായിരിക്കും അതിന്റെ കൺട്രോൾ എല്ലാം ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ വാലറ്റ് ഉണ്ടാവും, അവിടെ പണം നമ്മൾ എക്സ്ചേഞ്ചിലാണ് സ്റ്റോർ ചെയ്യുന്നത്, എക്സ്ചേഞ്ചിനാണ് ആ പൈസയുടെ കൺട്രോൾ. നമ്മൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയും സെല്ലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആ പൈസ നമുക്ക് അയച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് സെൻട്രലൈസ് എക്സ്ചേഞ്ചിലുള്ളതെങ്കിൽ. ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ അവിടെ കൺട്രോൾ ആരുമില്ല, നമ്മൾ തന്നെയാണ് അതിന്റെ കൺട്രോൾ. അവിടെ നമ്മൾക്ക് തന്നെയാണ് പൈസ നമ്മുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്. അത് മറ്റൊരാളുടെ കയ്യിൽ അയാളുടെ പൈസ കിടക്കുന്നു. നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ നിന്നുള്ളത് ഇങ്ങോട്ടായി, ഇവിടെ നിന്നുള്ള അങ്ങോട്ടായി എന്നുള്ള രീതിയിൽ ഒരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ക്രിപ്റ്റോ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ നടക്കുന്നത് വാലറ്റ് ടു വാലറ്റ് ആണ്. ഒരു വാലറ്റിൽ നിന്ന് വേറൊരു വാലറ്റിലേക്ക്. അപ്പൊ നമ്മൾ അവിടെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വാലറ്റിന് പ്രൈവറ്റ് കീ ഉണ്ടാവും, പബ്ലിക് കീ ഉണ്ടാവും. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സിഗ്നേച്ചർ ആണ് പ്രൈവറ്റ് കീ. പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് പബ്ലിക് കീ. ഇപ്പൊ നിങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും USDT വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അഡ്രസ് അയച്ചു തരൂ എന്ന് പറയും. അപ്പൊ നമുക്ക് കാണാം ഒരു വലിയൊരു സ്ട്രിങ് അയച്ചു കൊടുക്കുന്നത്. ആ സ്ട്രിങ്ങിനെയാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. ആ പബ്ലിക് കീ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രിങ് ആണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. അതേസമയം നമ്മളൊരു വാലറ്റിൽ നിന്ന് ആ പണം അയക്കണമെങ്കിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെക്കിൽ ഒപ്പിടുന്ന മാതിരി സൈൻ ചെയ്യണം. ആ സൈൻ ചെയ്യുന്നതാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. നമുക്ക് പ്രൈവറ്റ് കീയുടെ ആവശ്യം പലപ്പോഴും വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ വാലറ്റ്, നേരത്തെ പറഞ്ഞ ഒരു ഹോട്ട് വാലറ്റോ അല്ല എന്നുണ്ടെങ്കിൽ കോൾഡ് വാലറ്റോ പോലുള്ള വാലറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം പ്രൈവറ്റ് കീയുടെ ആവശ്യം വരുന്നത്. എക്സ്ചേഞ്ച് വാലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് കീയുടെ ആവശ്യം വരുന്നില്ല. കാരണം പ്രൈവറ്റ് കീ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്ന മെത്തേഡാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ഇനി ഓരോ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന കൺസെൻസസ് അത് ഏത് രീതിയിലാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു നോളജ് ഉണ്ട്. ഇതൊന്നും വലിയ ഉപയോഗം വരുന്ന കാര്യങ്ങളല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി മാത്രം പറയാം. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്ന പ്രൂഫ് ഓഫ് വർക്കിലാണ്. പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു ബിറ്റ് കോയിൻ മാർക്കറ്റിലേക്ക് ബിറ്റ് കോയിൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു ക്രിപ്റ്റോഗ്രാഫിക് പസിൽ സോൾവ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം വരുന്നത്. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് റിവാർഡായി അയാളുടെ വാലറ്റിലേക്ക് വരുന്നതാണ് ബിറ്റ് കോയിൻ. അങ്ങനെയാണ് ബിറ്റ് കോയിൻ വരുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കിനകത്താണല്ലോ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉള്ള റിവാർഡായിട്ട് 50 ബിറ്റ് കോയിൻ കിട്ടിയിരുന്നു. അപ്പൊ കുറെ ആൾക്കാരുണ്ടാവും ആരാണ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോഗ്രാഫിക് പസിൽ ഉണ്ടാവും. ആ പസിൽ സോൾവ് ചെയ്യുന്ന ആളാണ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം പസിൽ സോൾവ് ചെയ്യുന്ന ആൾ ആദ്യം ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അയാൾക്ക് 50 ബിറ്റ് കോയിൻ കിട്ടും. ഈ ബിറ്റ് കോയിൻ ആണ് മാർക്കറ്റിൽ സർക്കുലേഷനിലേക്ക് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ഈ ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്യുന്ന ആൾക്കാർ, അവരും മൈനേഴ്സ് തന്നെയാണ്.
അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ്. നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നത് അത് അപ്രൂവ് ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് പോകുന്ന പണമാണ്. അപ്പോൾ അത് ആണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡ്. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആക്കി ഇത്തരം ക്രിപ്റ്റോ കറൻസി കൺസെൻസസിന്റെ പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് വർക്ക് പോലുള്ള ലോഡില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൂഫ് ഓഫ് വർക്കിനുള്ള പ്രശ്നം ഓരോ പ്രാവശ്യം ഓരോ പസിലുകൾ ഒരു പ്രാവശ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പസിൽ നമ്മൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്ന മാതിരിയാണ്. അടുത്ത പസിൽ വരുമ്പോൾ അത് ഒന്നുകൂടി ടൈറ്റ് ആവും, വീണ്ടും പോകുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സാധാരണ മൊബൈൽ ഡിവൈസ് വെച്ചൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് വലിയ വലിയ കമ്പ്യൂട്ടറുകൾ വേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞാൽ വലിയ വലിയ മെയിൻ ഫ്രെയിംസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊക്കെ മൈനിങ് നടക്കുന്നത് മൈനിങ് ഫാമുകളിലാണ്. അതായത് ആയിരക്കണക്കിന് സൂപ്പർ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അവിടെ മൈനിങ് നടക്കുന്ന കാര്യം. എന്നാൽ മാത്രമേ ഈ പസിൽ സോൾവ് ചെയ്യാൻ മാത്രമുള്ള കമ്പ്യൂട്ടേഷൻ സ്പീഡ് കിട്ടുള്ളൂ. ആ കമ്പ്യൂട്ടേഷൻ സ്പീഡ് കിട്ടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയി മാറുകയാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ് പ്രൂഫ് ഓഫ് വർക്കിൽ. അപ്പൊ മാറിയിട്ടുള്ള മറ്റൊരു സൊല്യൂഷനാണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്. അപ്പൊ പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസീസ് പ്രീ മൈൻഡ് ആണ്. ആദ്യം തന്നെ മൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ മൈനിങ് ഫീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും മൈനിങ് ഫീസ് വരുന്നില്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസി നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ളത് സ്റ്റേക്ക് ചെയ്തിട്ടാണ് നമ്മൾ മൈനർ ആവാനുള്ള അവകാശം മേടിക്കുന്നത്. മൈനർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് മൈനിങ് ഫീസ് ആയിട്ട് ചാർജസ് കിട്ടും. ഞാനിതൊക്കെ പറയുന്നതിന്റെ കാര്യം, ഇങ്ങനെ നമുക്ക് മൈനർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിനകത്തൂടെ ഒക്കെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിപ്റ്റോ കറൻസിക്കകത്തുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അതിന്റെ ഒരു എക്സാമ്പിൾ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലുള്ള കറൻസികളാണ് ട്രോൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കരഡോണ ADA, അല്ലെങ്കിൽ ഇത്തേറിയത്തിന്റെ POS. ഇതെല്ലാം പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ വർക്ക് ചെയ്യുന്ന കോയിൻസ് ആണ്. പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഭയങ്കര ഹെവി ട്രാൻസാക്ഷൻ സ്പീഡിൽ ഒന്നാണ് സൊലാന എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. അത് പ്രൂഫ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കൺസെൻസസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അതിന്റെ മൈനിങ്, അതിന്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. ഒരു 6-7 ഒക്കെയാണ് ബിറ്റ് കോയിൻ, 6 to 7 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആണ് ബിറ്റ് കോയിന്റെ എങ്കിൽ നമ്മുടെ സൊലാനയുടെ ഒക്കെ ഏതാണ്ട് 7,000 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ഒക്കെ, എത്തേറിയത്തിലൊക്കെ 7,000 ആണെങ്കിൽ 63,000 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ഒക്കെയാണ് സൊലാനയുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഹൈ സ്പീഡ് സാധനങ്ങളാണ് സൊലാനയൊക്കെ. അത്തരത്തിലുള്ള പുതിയ പുതിയ സാധനങ്ങൾ വേറെയും ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബേസിക്കലി സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാ പോയിന്റുകളിലേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ നിലയ്ക്ക് ഞാനും ഗണേശ് സാർ നമ്മളൊരു കരാർ വെക്കുകയാണ്. കരാർ വെക്കുമ്പോൾ നമ്മൾ ആ കരാറിനെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കരാർ എഴുതി ആ കരാറിൽ കടലാസിൽ എഴുതി ഒപ്പിട്ടിട്ട് രണ്ടുപേരും ഒപ്പിട്ടിട്ട് ആക്കുന്നതിനെ നോർമൽ കരാർ. ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കും ഗണേശ് സാറിനും തമ്മിലാണ് ഞങ്ങൾ കരാർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് ചെയിനകത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു കരാറാണ്. അത് ആ പറഞ്ഞു വെച്ചിട്ടുള്ള കരാറിന്റെ ഫങ്ഷൻസ് എന്താണോ അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം എന്താ പറയുക അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കരാർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനും ഗണേശ് സാർ ഒരു കരാർ ഉണ്ടാക്കുകയാണ്. സാറേ എനിക്ക് എല്ലാ മാസവും എനിക്ക് 100 രൂപ വെച്ച് അല്ലെങ്കിൽ $100 വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗണേശ് സാറിനോട് പറഞ്ഞു, ആ തന്നേക്കാം, ഞാൻ മുരളീന്റെ വർക്ക് ചെയ്യുന്നതിന് $100 വെച്ച് മാസം തന്നേക്കാന്ന് പറഞ്ഞു. ഇതിനെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗണേശ് സാറിന്റെ വാലറ്റിൽ നിന്ന് ആ പ്രിസ്ക്രൈബ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി എന്റെ വാലറ്റിലേക്ക് ആ $100 വന്നുകൊണ്ടേയിരിക്കും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ഗണേശ് സാറിന് അത് മാറ്റാനും പറ്റില്ല. അത് കാലാകാലം അത് നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക്കലി ഇത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റിംഗ്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിന്റെ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്കെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോയിനുകളും ഉണ്ടാവും. അതിനകത്ത് ട്രാൻസാക്ട് ചെയ്യുന്ന കോയിൻ, ഞങ്ങൾ തമ്മിൽ ട്രാൻസാക്ട് ചെയ്യുന്നതിനെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടേതായ ഒരു പേരിട്ട് വിളിക്കാം. ആ പേരിട്ടുന്ന കോയിനായിരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ക്രിപ്റ്റോ കറൻസിയായി മാറി. പക്ഷെ അത് ഇത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിനകത്ത് വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയായി മാറി. അപ്പൊ ഇത് ഓട്ടോമേഷൻസ് ചെയ്യുന്നതിനും സെക്യൂർഡ് ആയിട്ട് ചെയ്യുന്നതിനും നാളെ തമ്മിൽ മാറ്റങ്ങൾ വരുത്താത്ത, അതായത് നാളെ ഇതിനകത്തൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള സാധനങ്ങളെയാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ചുകളിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ പോസിറ്റിവിറ്റി അത് തന്നെയാണ്. വോളറ്റാലിറ്റി, ഹൈ വോളറ്റാലിറ്റിയാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിറ്റ് കോയിൻ ബിറ്റ് കോയിനെ ഞാൻ പറഞ്ഞു 1,04,000 ഇന്നത്തെ പ്രൈസാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഈ ബിറ്റ് കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും $65,000-70,000 ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3-4 മാസം കൊണ്ടാണ് $75,000 നിന്ന് $1,04,000 വന്നത്.
ഇതൊരു 2 കൊല്ലം 3-4 കൊല്ലം മുമ്പാണെങ്കിൽ, അതായത് ഞാൻ ക്രിപ്റ്റോ കറൻസീസിലേക്ക് 2008-ലാണ് ബിറ്റ്കോയിൻ വന്നത്. ഞാൻ ഓൾമോസ്റ്റ് 2018-19 കാലഘട്ടങ്ങളിൽ ബിറ്റ്കോയിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും $8,000. വെറും $8,000 18-19 ഉണ്ടായിരുന്ന ബിറ്റ്കോയിന്റെ വിലയാണ് ഇന്ന് 1,04,000 നിങ്ങളൊന്ന് ആലോചിക്കി. 2022 ഇത് ഏറ്റവും കൂടുതൽ വില വന്നത് $67,000 വരെയാണ് പോയത്. 2022 $67,000 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ അവിടെ നിന്ന് 2022 അവസാനമായപ്പോഴേക്കും താഴ്ന്നു വന്ന് $15,600 എത്തി. 15,600 2022 ഉണ്ടായിരുന്നതാണ് ഇന്ന് 1,04,000 നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ വോളറ്റാലിറ്റി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. 2022 വെറും $8 ഉണ്ടായിരുന്ന സൊലാനയുടെ ഇന്നത്തെ റേറ്റ് $171. അത് $245 വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് 171 നിൽക്കുന്നത്. സോ ഹൈ വോളറ്റാലിറ്റി ആണ്. ബട്ട് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഫിറ്റബിളും ആണ്. സെക്യൂരിറ്റി റിസ്ക്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സെക്യൂർഡ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചുകൾ സെക്യൂർഡ് ആവണം എന്നില്ല. ഇന്ന് ഒരുപാട് അതിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അയക്കുന്ന യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കീസ് അല്ലെങ്കിൽ പബ്ലിക് കീസ് ആളുകളുടെ നിന്ന് മേടിക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ ഈ പബ്ലിക് കീസിനെ ഒക്കെ ഹാക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. പല ഉഡായിപ്പ് എക്സ്ചേഞ്ചുകൾ വരുന്നുണ്ട്. ആ എക്സ്ചേഞ്ചുകൾ ഭയങ്കരമായ ഓഫേഴ്സ് ഒക്കെ തരും. അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എക്സ്ചേഞ്ച് തന്നെ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റെഗുലേറ്ററി അൺസർട്ടനിറ്റീസ്, ലീഗൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കാരണം ചില രാജ്യങ്ങളിലൊക്കെ റെഗുലേറ്ററി ഇഷ്യൂസും പല രാജ്യങ്ങളിലും, ഇന്ത്യ പിന്നെ അത് ഓൾറെഡി സോൾവ് ചെയ്തു. ഇന്ത്യയിൽ ആദ്യമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതിനെ ക്രിപ്റ്റോ അസറ്റുകളാക്കി കൺവേർട്ട് ചെയ്തു. ഒരു കറൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അസറ്റുകളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ടാക്സ് ഇമ്പോസ് ചെയ്യലുണ്ടായി. അപ്പം ഇവിടെ ഇന്ത്യയിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. ഇന്ത്യയെക്കാട്ടിലും ഈസി ആയിട്ട് UAE-യിലൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി മെഷേഴ്സ്, ഐ മീൻ റെഗുലേറ്ററി മെഷേഴ്സ് കുറച്ചുകൂടി പക്കയാണ്. ആൻഡ് ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ ഒരുപാട് ഇന്റഗ്രേഷൻസ്, ഒരുപാട് മേഖലകളിലേക്ക് ക്രിപ്റ്റോ കറൻസീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ്സുകളിലും ഇന്ന് പല രാജ്യങ്ങളിലും ബിറ്റ്കോയിനും ക്രിപ്റ്റോ കറൻസിയും പേയ്മെന്റ് മെത്തേഡായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ പല ഡെഫി സിസ്റ്റംസും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതേപോലെ NFTs ഒരുപാട് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഇതിന് ഭയങ്കരമായ സാധ്യതകളും ഒരുപാട് കോയിനുകളും ഈ ക്രിപ്റ്റോ കറൻസീസിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്രിപ്റ്റോ കറൻസീസിന്റെ വോളറ്റാലിറ്റി കൊണ്ട് തന്നെ അതിനെ നമുക്ക് എൻകാഷ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ എൻകാഷ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഡേ ട്രേഡിംഗ് ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം, അത് സ്റ്റേക്ക് ചെയ്യാം. ചില കറൻസികൾ ചില ഓഫറുകൾ വരും. ആ സമയത്ത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈൽഡ് ഫാമിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സിൽ നമുക്ക് എക്സ്ചേഞ്ചിൽ കൂടി നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ കൂടി പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റും. എന്താ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിന്റെ എത്രയധികം ഇത് ഭയങ്കരമായിട്ട് വരുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 3:30 വരെ ആയിരിക്കും ട്രേഡിങ്ങിന്റെ സമയം. ആ സമയത്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്രിപ്റ്റോ കറൻസി അങ്ങനല്ല. 24/7 ഫുൾ ടൈം മാർക്കറ്റ് ഓൺ ആണ്. ശനി ഞായറും ഒക്കെ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഹൈ ലിക്വിഡിറ്റി ആണ്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പൊസിഷൻ കട്ട് ചെയ്ത് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും. അത് ഞായറാഴ്ചയാണെന്നോ അല്ലെങ്കിൽ മുടക്ക് ദിവസമാണെന്നുള്ള ചിന്തകളൊന്നുമില്ല. ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ചെറിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് പലപ്പോഴും എക്സ്ചേഞ്ചുകൾ മേടിക്കുന്നത്. ഇത് ക്രിപ്റ്റോസ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് എത്ര അസറ്റ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നേരത്തെ ഗണേശ് സർ പറഞ്ഞ മാതിരി അങ്ങനത്തെ വിഷയങ്ങളൊന്നും ആർക്കും അറിയാവുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ് നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ എക്സ്പോസ് ചെയ്താൽ മാത്രമേ അത് എക്സ്പോസ്ഡ് ആവുള്ളൂ. ഇതിന് ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ക്രിപ്റ്റോസ് നമുക്ക് മാറാൻ പറ്റും. ഇന്നിപ്പോ നമ്മൾ ദുബായിക്ക് പോവാണ്. ദുബായിക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതേസമയം നമ്മുടെ അടുത്ത് ബിറ്റ്കോയിൻ ഉണ്ട് അല്ലെങ്കിൽ USDT ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അത് മാറി നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കാൻ പറ്റും. US പോയാലും നമുക്ക് പറ്റും. എവിടെ പോകണമെങ്കിലും ഈ ഗ്ലോബൽ ആയിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ, പുറമേ ഉള്ള ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിലും ഈസി ആയിട്ട് ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ക്രിപ്റ്റോ കറൻസീസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്രിപ്റ്റോ കറൻസിക്ക് 2 രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. ഒന്ന് ഫണ്ടമെന്റൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറൻസി എന്തിനു വേണ്ടിയിട്ടാണുള്ളത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഗവൺമെന്റ് പോളിസീസ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കലാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കറൻസികളിൽ മാത്രം ട്രേഡ് ചെയ്താലേ നമ്മൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ പണം നഷ്ടപ്പെടുത്താതെ പണം ഉണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ക്രിപ്റ്റോസിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന മറ്റൊരു സാധനമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നിക്കലി എത്ര സ്ട്രോങ് ആണ്
ഈ കോയിൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഐ മീൻ ടെക്നിക്കലി ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതായത് മാർക്കറ്റിലുള്ള മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ അനലൈസ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. അതായത് മുമ്പുണ്ടായിരുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ആ ഡാറ്റ വന്നപ്പോൾ മാർക്കറ്റ് എങ്ങനെ പോയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് ഇതിന്റെ ചാർട്ടുകളും പാറ്റേൺസും യൂസ് ചെയ്തുകൊണ്ട് പ്രൈസുകൾ തീരുമാനിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ചെയ്യുമ്പോഴാണ് ട്രേഡിങ്ങിന് മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുമ്പോഴാണ് ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത കോഴ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാം. ജസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഫണ്ടമെന്റലി അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു, കോയിനെ കുറിച്ച് അനലൈസ് ചെയ്യേണ്ടി വരും. അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ അനലൈസ് ചെയ്യും ഒരു കോയിൻ നല്ലതാണോ അല്ലേ എന്നുള്ളത്? അതിന് കോയിൻ മാർക്കറ്റ് ക്യാപ്, കോയിൻ ഗെക്കോ, മെസാരി, ടോക്കൺ ടെർമിനൽ .com, ഡാപ്പ് റഡാർ, ഡെഫി ലാമ തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നമുക്ക് ആ കോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആ കോയിന്റെ ആക്ടിവിറ്റിയും അതിന്റെ ലിക്വിഡിറ്റി തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാനായിട്ട് ഈ വെബ്സൈറ്റുകളിൽ കൂടി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഇന്നത്തെ ദിവസത്തെ നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എടുത്ത ഒരു മോട്ടീവ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോറി, അത് നമുക്ക് ആ ഒരു മോഡ്യൂളിനെ കുറിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആ മോഡ്യൂളിലേക്ക് പോകാം. നമുക്ക് കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് എല്ലാം ഞാനിപ്പോ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മോഡ്യൂളിലുള്ള സാധനങ്ങൾ തന്നെയാണ്, പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ബേസിക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഹൗ ഡസ് ക്രിപ്റ്റോ കറൻസി വർക്ക്, വാട്ട് ഈസ് വൈ ക്രിപ്റ്റോ കറൻസി ഇമ്പോർട്ടന്റ്, ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി, ദ റിസ്ക് ഓഫ് ക്രിപ്റ്റോ കറൻസി, ദ ഫ്യൂച്ചർ ഓഫ് ക്രിപ്റ്റോ കറൻസി ആൻഡ് കൺക്ലൂഷൻ. ഈ മോഡ്യൂളാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത്. ഇതിന്റെ എല്ലാം ടെക്സ്റ്റും നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്, നമുക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആണ്. അതേമാതിരി അതിന്റെ വീഡിയോസും അവൈലബിൾ ആണ്. ഇനിയും ഇതിനകത്തൂടെ ഓരോ പോർഷൻസും നമുക്ക് കടന്ന് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കിയെടുക്കാനും ഇതിനകത്തൂടെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. ഈ പണം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ രാവിലെ ആ എക്സ്ചേഞ്ചുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് എങ്ങനെ ബൈ ചെയ്യണം, എങ്ങനെ സെല്ല് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ 6:30ക്കുള്ള പ്രോഗ്രാംസിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കൈ പിടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുകയും അതുകൂടാതെ ടീം നമുക്ക് എന്ത് ചെയ്യുന്നു, അനാലിസിസ് എല്ലാം നടത്തിയിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ്, എന്തൊക്കെയാണ് ഇതിന്റെ സപ്പോർട്ട് ലെവൽസ്, ഏതൊക്കെയാണ് റെസിസ്റ്റൻസ് ലെവൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ടീമിൽ നിന്നും നമ്മുടെ ആളുകൾക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആളുകൾ ഇതിനകത്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് ഇന്നത്തെ ദിവസമൊക്കെ 2-3 പ്രാവശ്യമൊക്കെയാണ് ആളുകൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയുള്ള പേഴ്സൺ 10%, 18% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരുണ്ട്. അപ്പൊ പലരും അവരുടെ സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ കാണാം, 18%, 20% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചിലരൊക്കെ ചെറിയ എമൗണ്ട് ഇട്ടിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് വലിയ എമൗണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ചില കോയിനുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുക $10,000 $15,000 ആയിരിക്കും പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് $50 $100 പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന പെർസെൻറ്റേജ് ഒരു 15% 20% കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു $10,000 ഇട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2% കിട്ടിയാൽ നമ്മുടെ ഒരു ദിവസത്തെ ലാഭം എത്രയാ? ഈ കിട്ടുന്ന ലാഭം ഡോളറിലാണെന്ന് ആലോചിക്കണം. ഈ 1% 2% എന്ന് പറയുന്നത് ഡോളറിലാണെന്ന് ആലോചിക്കണം. ഈ ഡോളറിൽ വരുമാനം കിട്ടുന്ന സമയത്ത് അതിന്റെ ലിവറേജും ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ ആ ഒരു വലിയൊരു സാധ്യതയാണ് മാക്ലൺ നമുക്ക് തരുന്നത്. അത് നല്ല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് വെറുതെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റവന്യൂവിന്റെ ഒരു ഭാഗം കൂടി നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. നമ്മളെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്ന ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്ന ദിവസമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സാർ പറഞ്ഞു ഇത് കാരണം ഫസ്റ്റ് മൊഡ്യൂളാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് എക്സാം ഉണ്ട്. ആ എക്സാം ജയിച്ചിട്ട് വേണം സെക്കൻഡ് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാൻ. അങ്ങനെ 49 മൊഡ്യൂളാണ് മാക്ലണുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതാണ് ഇതിന്റെ തിയറി പാർട്ട്. എങ്കിൽ ഇനി 1 by 1 1 after 1 നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് നമുക്ക് സബ്ജക്ട് നോളജ്, ഇൻഡെപ്ത് നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരെ പ്രാക്ടിക്കലായിട്ടുള്ള പഠിപ്പിച്ച് ഓരോ ദിവസത്തെ മാർക്കറ്റ് ട്രെൻഡ് പറഞ്ഞു കൊടുത്ത് അതിന്റെ എവിടം വരെയാണ്, എത്ര വരെ നമുക്ക് പർച്ചേസ് ചെയ്യാം, എത്ര പെർസെൻറ്റേജ് സെല് ചെയ്യാം, ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും എവറി ഡേ
ഇൻക്ലൂഡിങ് സൺഡേ, ഇൻക്ലൂഡിങ് പബ്ലിക് ഹോളിഡേ, എവറി ഡേ മോർണിംഗ് 6:30 നമ്മുടെ സെഷൻ ഉണ്ട്. ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് വന്നു ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് ഉള്ള പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും ആ പ്രോഗ്രാം നയിക്കുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം വളരെ ഇതിനെ കുറിച്ച് സബ്ജക്ട് നോളജ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടെ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രകുമാർ എന്നാണ്. അദ്ദേഹം കാക്കനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ട്രേഡിങ്ങില് വളരെ ഒരു പ്രൊഫഷണലാണ്. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുകയും ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാർ, ഇന്ദ്രകുമാർ സാർ. താങ്ക് യു ഗണേഷ് സർ, താങ്ക് യു. നമുക്ക് മുരളിമോഹൻ സാറിന്റെ അല്ലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്ക് കിട്ടിയത്. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, എങ്ങനെയൊക്കെ ആയിരിക്കണം ട്രേഡിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി അല്ലെ നമ്മളൊരു 3/4 മണിക്കൂർ കേട്ടിരുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമുക്ക് നോർമൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിയിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം ഇതിനൊരു 5000 രൂപയും കൊടുക്കേണ്ടി വരും ഈ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ. അപ്പൊ അതിനൊരു ബിഗ് താങ്ക്സ് മുരളി സാർ. ഒപ്പം തന്നെ അല്ലേ നമ്മള് ഞാനും ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ട്രേഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് മാക്ലെന്റെ ഈ മൊഡ്യൂൾസ്, ഈ 49 മൊഡ്യൂൾസ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ട്രേഡിങ്ങിന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. മറ്റത് ഓൾമോസ്റ്റ് നമ്മളൊരു 10 ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു 5 ദിവസം നഷ്ടത്തിൽ പോകുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാ ദിവസവും ഇന്നലെ 10% ഉണ്ടെങ്കിൽ ഇന്ന് നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇന്ന് 12% അല്ലെങ്കിൽ നാളെ അത് 15% 20% കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓരോ ദിവസവും സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇത് പഠിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ അതിന്റെ വേണ്ട ഡീറ്റെയിൽസ്, എങ്ങനെ അത് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിന്റെ ടിപ്സുകൾ എല്ലാ ദിവസവും തരുന്നുണ്ട്. ഏത് സമയത്ത് ബൈ ചെയ്യണം, ഏത് സമയത്ത് സെല് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാ ആളുകൾക്കും വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. ഇനി ഏതാനും ഈ ഒരു ജസ്റ്റ് ഒരു 1 മന്ത് മാത്രം ഈ ക്രിപ്റ്റോയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 1-2 പേരെ, ഏതാനും പേരെ, എല്ലാവരും നമുക്ക് പരിചയപ്പെടുത്താനുള്ള സമയമില്ല. 1-2 പേരെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ജേക്കബ് സാറിനെയാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് എംപ്ലോയി ആണ്. അദ്ദേഹം ഈ ഒരു മാക്ലേൺ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം മാത്രമാണ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നത്. ജസ്റ്റ് 1 മന്ത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിനുള്ളൊരു അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് നല്ലതായിരിക്കും. ജേക്കബ് സാർ ഉണ്ടോ ഗ്രൂപ്പില്? ജേക്കബ് സാർ ഇല്ലേ ഗ്രൂപ്പില്? ജേക്കബ് സാർ ഇല്ല സാറേ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ സുരേഷ് എന്നാണ്. മൂവാറ്റുപുഴയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് എന്താണ് ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ഡിഫറൻസ് എന്താണെന്ന് അദ്ദേഹം ഒന്ന് പരിചയപ്പെടുന്നുണ്ടാവും. സുരേഷ് സാർ ഫ്രം മൂവാറ്റുപുഴ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുരേഷ്, സ്വദേശം മൂവാറ്റുപുഴയാണ്. So first of all, thank you very much for the informative session, Mr. Murali Mohan sir. Thank you, sir. Thank you. ഞാൻ 2019-2020 മുതല് ക്രിപ്റ്റോ കറൻസി എന്ന ഒരു മേഖലയെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ട്രേഡിംഗ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പല പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനകത്ത് പൈസ ഉണ്ടാക്കുകയും കുറച്ച് പൈസ കളയുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ മാക്ലേണിൽ വന്നതിന് ശേഷമാണ് ആക്ച്വലി ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനും സാധിച്ചത്. 1 മാസം കൊണ്ട് തന്നെ ആവറേജ് ഒരു 1% മുകളിലേക്ക് ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഇപ്പൊ ഫോർ ദ ടൈം ബീങ് നമ്മൾ ചെയ്യുന്നത് ട്രെയിനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അപ്പൊ ദിവസവും രാവിലെ 6 മുതൽ 7 വരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് എക്സ്പേർട്ടായി സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണ്
അത് പുതുതായിട്ട് വരുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്ത് വിജയിക്കാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതുപോലെ വേറൊരാള് ഒരു എക്സ് NRI പുറത്ത് വിദേശത്തായിരുന്ന ഒരാള് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് വളരെ ഏതാനും ദിവസങ്ങളുടെ അനുഭവം മാത്രമുള്ള ആളാണ്. ഏതാനും ദിവസം ഒരു 1 വീക്ക് താഴെ മാത്രം ഒരു ഇതുള്ള ഒരു മാത്യു ജോൺ സാർ. അദ്ദേഹത്തിന് ജസ്റ്റ് 2 വാക്ക്. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഓക്കെ, നമസ്കാരം. ഗുഡ് ഈവനിങ്, നമസ്കാരം. മുരളി മോഹൻ സാർ, ഇന്ദ്രകുമാർ സാർ, ഗണേഷ് സാർ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ ഈ ക്രിപ്റ്റോ കാര്യത്തിലേക്ക് വരുമ്പം ആദ്യം എല്ലാ നെഗറ്റീവ്സും മനസ്സിലാക്കി ആൾക്കാരുടെ കാശുകൾ പോകുന്നു. വാർത്തകളിൽ പലയിടത്തും കാശ് പോകുന്നു. ഗവൺമെന്റ് പോലീസ് റെയ്ഡ് ചെയ്യുന്നു. നമ്മുടെ കടുത്തുരുത്തിയിൽ അച്ഛന്റെ കാശ് പോയി. അതുപോലെ തന്നെ ചാലക്കുടിയിലെ ഹൈറിച്ചുകാരുടെ കാശ് പോകുന്നു. അങ്ങനെ പല പരിപാടികളും ഞാൻ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഗണേഷ് സാറിന്റെ എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ഇത് കേട്ടപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കണമെന്നൊരു വാശി എനിക്കുണ്ടായി. അങ്ങനെ അപ്പൊ ഇത് വരുന്നതിന് മുമ്പ് എന്നെ ഇതുപോലെ ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലവും പറയുന്നില്ല ആളിനെയും പറയുന്നില്ല, എന്നെ ഇതുപോലെ ട്രാപ്പ് ചെയ്ത് ഒരു 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിച്ച് 60% പ്രോഫിറ്റ് തരാമെന്ന് പ്രോമിസ് ചെയ്ത് എന്നെ ബലമായി ശ്രമിച്ചു നോക്കി ഒരു 3-4 മാസം. പക്ഷേ ഞാൻ അതെല്ലാം റിജക്റ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് നിന്നെല്ലാം ഒഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ സംഭവം വേണ്ട, ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ വേസ്റ്റിംഗ് മൈ മണി. എനിക്ക് 62 വയസ്സുണ്ട്. കണ്ടമാനം കാശ് ഇത് പല കാര്യങ്ങൾ പ്രൊജക്റ്റുകളിൽ പോയിട്ട് കളഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഞാൻ പഠിച്ചു, ഇനി ഉള്ളത് ഞാൻ കളയാൻ സമ്മതിക്കുകയില്ല. എന്നാൽ ജെന്യൂൻ ആയിട്ടുള്ള സംഭവമാണ് ഈ വയനാട്. മാത്രമല്ല ദുബായിലൊക്കെ ആൻഡ്രൂ ടേറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് കിടന്ന് കളിക്കുന്ന കളിയും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കണ്ടപ്പോ ഇത് വേറെ ലെവലാണല്ലോ. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ആൻഡ്രൂ ടൈറ്റ് ആണ് മിസ്റ്റർ മുരളി മോഹൻ സാർ. ആ മുരളി മോഹൻ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഈ കാണുന്ന ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വലിയതായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ലെവലിൽ വന്നത് ഒരു 3-4 ദിവസം ഞാൻ തന്നെത്താനെ ആദ്യം ഗണേഷ് സാറ് പറഞ്ഞല്ലേ, പിച്ച് വെക്കാൻ ആദ്യം പഠിപ്പിക്കും, അത് കഴിഞ്ഞ് കൈവിട്ട് തരും, പിന്നെ ഓടിക്കണം. പക്ഷെ കഴിഞ്ഞ 3-4 ദിവസം എനിക്ക് പ്രോഫിറ്റിൽ തന്നെ പോയിക്കൊണ്ടെങ്കിലും ഈ ഗ്രീഡി അല്ല, എന്നിരുന്നാലും എനിക്ക് ഇൻസ്പിറേഷൻ കൂടിയിട്ട് കണ്ടമാനം ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്തു. എന്നാൽ നെഗറ്റീവായി. എന്നിരുന്നാലും കാശ് നഷ്ടമായില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ്. കാശ് നഷ്ടമായില്ല, അതവിടെ കിടക്കട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ മാർക്കറ്റിൽ തൊട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 20, 40, 80 വരെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി ഇരുന്നു. അപ്പൊ ഇന്ന് അത് കയറി വന്ന് ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത് വലിയൊരു സ്കോപ്പാണ്. അതിന്റെ ഏതറ്റം വരെയും ഇത് മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം, നാട്ടിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് USDT ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു മിനിമം ഒരു 2% ഒരു ദിവസം എന്ന് പറയുമ്പോൾ മന്ത്ലി 60%, അത്രയും USDT US ഡോളർ, അത് മാത്രമല്ല ഒരു USDT എന്ന് പറയുന്നത് 90%. ഹലോ, കാണാവോ, കേക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. നെറ്റ്വർക്ക് വീക്കായെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. സാർ കേൾക്കുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇല്ല, സൂമിലില്ല. ഓക്കെ. നമുക്ക് ഇനി ലേഡീസ് ആരെങ്കിലും ഇത് ചെയ്യുന്നതായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് അതോടെ നമുക്കൊന്ന് കാണാം. കാരണം ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ, പ്രായമുള്ളവർക്ക് ഉൾപ്പെടെ,
ലേഡീസിന്, ഹൗസ് വൈഫിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഈ ഒരു മാക്ലൺ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫാമിലി മുഴുവൻ, നമ്മളൊരു സൊസൈറ്റിയെ മൊത്തം ഉടച്ചു വാർക്കാൻ പറ്റുന്ന, സൊസൈറ്റിയിൽ ഇന്ന് അത്രമാത്രം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് നമ്മുടെ നാട്ടിൽ നല്ല ശതമാനം ആൾക്കാർ ജീവിക്കുന്നത്. മുഴുവൻ ആൾക്കാർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫാമിലിയിൽ 5 പേരുണ്ട്, 5 പേർക്കും പ്രോഫിറ്റ്, 5 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഏണിംഗ് മെമ്പർ ആവാൻ ആയിട്ട് നമ്മൾ പ്രാപ്തനാക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു സാമ്പത്തിക വിപ്ലവം തന്നെ ഈ ഒരു മാക്ലൺ എന്ന് പറഞ്ഞ ഈ ഒരു ആശയം കൊണ്ട് ആൾക്കാർക്ക് ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പാണ്. ഒരു ഹൗസ് വൈഫ്, ഒരു ലേഡി, ഒരു മിസ് നീര ഫ്രം ബാംഗ്ലൂർ ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? ഏതാനും ദിവസം, 4-5 ദിവസം കൊണ്ട് ഇതിൽ വന്നതേ ഉള്ളൂ. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ എന്ന് അവരുടെ അനുഭവം പറയാൻ പറ്റും. നീര, മിസ്സസ് നീര ഉണ്ടോ? പറഞ്ഞു കേൾക്കാം. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്നാണ്. ആക്ച്വലി എനിക്ക് ട്രേഡിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പം ഹസ്ബൻഡ് കുറെ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്, ഒന്ന് നോക്കെന്ന് പറയുമ്പോഴും എനിക്കത് മനസ്സിലാവാത്ത പോലെയായിരുന്നു. അത് മാക്സിമം എങ്ങനെ ഇത് ഒഴിവാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഗണേശേട്ടൻ വിളിച്ചപ്പോ അത് ഞാനൊന്ന് നോക്കാന്ന് വെച്ചിട്ട് ഞാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ 6-7 മാസമായിട്ട് ജോലിയൊക്കെ വിട്ട് വീട്ടിലിരിക്കുവായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കോളേജിലാണ്. അപ്പൊ കോളേജിന്റെ ഒരു എനർജി അറിയാലോ. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോ ആകെ ബോറടി ആയിരുന്നു. എന്നാൽ എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആകെ ഇങ്ങനെ ഒരു ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമ്മള് സാധാരണ പെണ്ണുങ്ങൾ എന്താ ചെയ്യാ? ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്കൊരു ക്യാപിറ്റിയ എടുത്ത് ഇതിനോടൊരു അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കാണൽ കുറഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാ ഇതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ തന്നെ ഞാൻ കുറച്ചു മുമ്പ് നോക്കുമ്പോ എന്റെ ഒരു 3% പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ അത് 0.50 ആയി. അപ്പൊ വെച്ചാൽ അതൊരു ഗെയിം പോലെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിയിരിക്കുമ്പോ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഉള്ളൊരു ബോറടി കുറഞ്ഞു. പിന്നെ കുറച്ച് എനർജി ലെവലൊക്കെ മാറി. പിന്നെ രാവിലത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പള്ളിയിൽ പോകുമ്പോ ഉള്ളൊരു കൂട്ടായ്മ എന്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പള്ളിയിൽ പോണത് ശരിക്കും ദൈവത്തിന് അന്വേഷിച്ചിട്ടല്ല, ആ ഒരു ഗെറ്റ് ടുഗദർ ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതുപോലെയാണ് എനിക്കിപ്പോ 6:30 രാവിലെ എണീക്കുമ്പോ ആ ഉറക്കപ്പിച്ചിലൊക്കെ മാറും പെട്ടെന്ന്. ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടി കഴിയുമ്പോ അന്നത്തെ എനർജി ലെവൽ തന്നെ അങ്ങോട്ട് മാറുക. ഇതൊക്കെയാണ് ഇപ്പത്തെ എന്റെ എക്സ്പീരിയൻസ്. ട്രേഡിങ് പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഹാപ്പിയാണ്. താങ്ക് യു വെരി മച്ച്. ഏതൊരാൾക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മള് ധാരാളം എല്ലാ ആൾക്കാരും നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. മനസ്സിലാക്കിയിരിക്കുന്നത് ശേഷം പ്രാക്ടിക്കലായിട്ട് നമ്മളെ മോർണിംഗ് ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രകുമാർ സാറിനെ പരിചയപ്പെട്ടു. അതിൽ കൂടെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ പരിചയപ്പെട്ടു. ഇതുകൊണ്ട് തീർന്നില്ല. ശരീരത്തിനകം ആയി മാറിയ ഈ മൊബൈൽ ഫോൺ, നമ്മള് ബാത്റൂമിൽ പോലും പോയാൽ ഇപ്പോഴത്തെ കാലത്ത് ചില ആൾക്കാർ പറയുന്നത് ചായ കുടിക്കണം, സിഗരറ്റ് വലിക്കണം എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ ബാത്റൂമിൽ പോകണമെങ്കിൽ മൊബൈൽ വേണമെന്നുള്ളവരെ എത്തി നിൽക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ഡിവൈസ് കൊണ്ട് സ്വന്തം സൈസ് ആലോചിച്ചോ. ലോകം മുഴുവൻ ഇന്ന് ബൗണ്ടറി ഇല്ലാതെ നമ്മളൊരു പ്രാദേശികമായിട്ട് ഒരു ഷോപ്പ് നടത്തുന്നതും ആ ഷോപ്പിൽ അവിടെ രാവിലെ പോയി ഷട്ടർ തുറന്നാൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളെങ്കിൽ ഇന്നൊരു വിരൽത്തുമ്പിൽ നമ്മുടെ കൂടെ അല്ലെ നമ്മുടെ കയ്യെ കാല പോലെ അവയവമായി മാറിയ ഒരു സാധനം. മിസ്സസ് നീര പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്ന ഇടയ്ക്ക് ഇതുകൂടെ ഒന്ന് നോക്കിപ്പോയാലും ഈ ഐക്കണയിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് എന്നും പൈസ വരുത്താൻ പറ്റുന്നതും ലോകം മുഴുവനും നമ്മൾ കണക്ട് ചെയ്യാനും അത് ഉണ്ടാക്കാവുന്ന വെൽത്തിനും ഒരു അൺലിമിറ്റഡ് ഒരു പൈസ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു വീട്ടിലെ മുഴുവൻ ആൾക്കാരെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യിക്കാനായിട്ട്, കൊച്ചു കുട്ടികൾ മുതൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്
അത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുക, കൂടുതൽ വലിയ ട്രേഡിൽ ഉണ്ടാക്കാം, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിലൂടെ വലിയൊരു റെസിജ്വൽ ഇൻകം. ഒരാളെ നമ്മൾ റെഫർ ചെയ്താൽ $30 നമുക്ക് ഇൻകം ഉണ്ട്. 5 പേരെ വരെ നമുക്ക് റെഫർ ചെയ്യാം, $30 വെച്ച് ഇൻകം ഉണ്ട്. 6ാമത്തെ ആൾ മുതൽ $40 ഇൻകം ഉണ്ട്. അത് അപ് ടു ഒരു 60-65% വരെ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. കാരണം ഇന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മോഡലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക്, കാരണം ഇന്ന് അഡ്വർടൈസ്മെന്റ് ക്രെഡിബിലിറ്റി കുറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു, ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് വരുന്നു, നമ്മളാരും വിശ്വസിക്കാറില്ല. കാരണം ഇതിനകത്ത് എല്ലാം പരസ്യമാണ്, ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചാനൽ TV നോക്കിക്കഴിഞ്ഞാലും മൊബൈൽ നോക്കിക്കഴിഞ്ഞാലും മുഴുവൻ ഇതിനകത്ത് ഏതാണ് ജെനുവിൻ അല്ലാത്തതെന്ന് അറിയാൻ പാടില്ലാത്തൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും ഇതിനകത്തൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരാൾ എൻഡോസ് ചെയ്യുന്നു, നമുക്ക് വിശ്വാസമുള്ള, അല്ലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെ ഒരു ഫ്രണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസം, ഒരു TV-ലോ അല്ലെ ഫോണിലോ ഒരു പരസ്യം കാണുന്നതിനേക്കാളും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ ഒരു മോഡലാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് അറിയാവുന്ന ഒരാൾ വേർഡ് ഓഫ് മൗത്തിലൂടെ ആണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്കിത് നല്ലതാണെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് തോന്നുവാണ്, നമ്മൾ ഇന്ന് കുട്ടികൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് കുട്ടികളൊക്കെ പലപ്പോഴും മയക്കുമരുന്നിന്റെ ഒക്കെ അടിമയായി പോകുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ നല്ല ചെറുപ്രായത്തിൽ, അവർക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ ആർക്ക് വേണേലും എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം. അൺഫോർച്ചുനേറ്റ്ലി റോങ് ആൾക്കാരുടെ കയ്യിലാണ് ഇവരെല്ലാം പോയി പെടുന്നത്. അവരെല്ലാം ഇതുപോലെ അതുകൊണ്ട് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് ഈ ഒരു ലഹരിക്ക് വേണ്ടി ഒരു സാധനം ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി, അത് പിന്നെ രണ്ടാമതായി മൂന്നാമതായി കുറച്ച് കഴിഞ്ഞ് അഡിക്റ്റ് ആകുന്ന സ്ഥാനത്ത് ഏറ്റവും വലിയൊരു ലഹരി എന്ന് പറഞ്ഞാൽ സക്സസിന്റെ ലഹരിയാണ് ഏറ്റവും വലിയ ലഹരി. അതിനപ്പുറം വലിയ ലഹരിയൊന്നുമില്ല. അപ്പൊ കൊച്ചു കുട്ടികളെ, സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് അവര് ഇതല്ലെങ്കിൽ മറ്റതിനകത്ത് പോയി പെടും. അപ്പൊ ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മാർഗം സ്വീകരിക്കാം. കുട്ടികളൊക്കെ ഇന്ന് പുറത്ത് വിദേശത്തൊക്കെ പോയി, പലരും ഇവിടുന്ന് മറ്റേ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് വിദേശത്ത് പോയി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവർ കടം വീട്ടാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ലോകത്ത് എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും അവർക്ക് തന്നെ ജീവിക്കാൻ പ്രാപ്തനാക്കാൻ പറ്റും. അത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കും തോറും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വലിയൊരു റെസിജ്വൽ ഇൻകം ഉണ്ടാക്കുകയും ഇതൊരു വലിയൊരു ക്രിപ്റ്റോയുടെ പുതിയൊരു ലോകം, വലിയൊരു ലോകം, ചെറിയ, അതായത് നമ്മൾ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വർക്കിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് വലിയ വെൽത്ത് ഉണ്ടാക്കാനുള്ള അതിന്റെ ഒരു ഗേറ്റ് വേ ആണ് മാക് ലേണിലൂടെ നമുക്ക് കിട്ടുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വലിയൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ. അസോസിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇന്ന് തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാതെ ആളെ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നാളെ early morning 6:30 മീറ്റിംഗ് പോലെ ജോയിൻ ചെയ്യാൻ പറ്റും. നാളെ പ്രാക്ടിക്കൽ സെഷൻ രാവിലെ 6:30 ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് നാളെ മുതൽ ഏണിംഗ് മെമ്പറായി മാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും. സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ച പോലെ മൊഡ്യൂൾ 2 പഠിക്കും, മൊഡ്യൂൾ 3 പഠിക്കും, അങ്ങനെ മൊഡ്യൂൾ 49 നമുക്ക് പഠിക്കാൻ പറ്റും. വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വലിയൊരു ജേർണിയിൽ നമ്മളോടൊപ്പം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു. നമ്മളൊരു ഫുൾ ടീം, മുരളീമോഹൻ സാറിയും തുടങ്ങുന്ന ഒരു ഫുൾ ടീം സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. ഡിസിഷൻ മാത്രം എടുക്കാൻ നിങ്ങൾ വേണ്ടി വരും. ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഡിസിഷൻ നമ്മുടെ സ്വന്തമായിട്ട് എടുക്കുക. നമ്മൾ ഒരു വലിയൊരു റെവല്യൂഷന്റെ ഭാഗമാകുക. അടുത്തൊരു 4-5 വർഷം കൊണ്ട് ഇത് നമ്മുടെ ജീവിതം തന്നെ ടോട്ടലി വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, വലിയ ലെവലിലുള്ള വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് നാളെ രാവിലത്തെ സെഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത നെക്സ്റ്റ് സെഷൻ ഉള്ളത് മൺഡേ ആണ്. മൺഡേ ഈവനിങ് ആണ് അടുത്ത ഒരു ട്രെയിനിങ് സെഷൻ നമുക്കുള്ളത്. ഈവനിങ് പ്രോഗ്രാം. രാവിലത്തെ പ്രോഗ്രാം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.